നമ്മൾ ഭഗവാൻ വാസുദേവ കൃഷ്ണ എന്ന് പറയുമ്പോൾ വാസുദേവ എന്ന് പറയുമ്പോൾ ഇത് വസതി അസ്മിൻ വസതി ഈ പ്രപഞ്ചം മുഴുവനും ആരിൽ വസിക്കുന്നു, അതാണ് വാസു. അത് വാസുദേവ എന്ന് പറയുമ്പോൾ സാധാരണ ഒന്ന് വസുദേവ അപത്യം പെരുമാൻ, വസുദേവൻ്റെ പുത്രൻ വാസുദേവ എന്ന് പറയും. അതൊന്ന് വസുദേവൻ്റെ പുത്രൻ വാസുദേവൻ കൃഷ്ണൻ. അതുമാത്രമല്ല വാസുദേവ എന്ന് മനസ്സിലാക്കുമ്പോൾ ഇപ്രകാരം മനസ്സിലാക്കണം. വാസു എന്ന് പറയുമ്പോൾ വസതി അസ്മിൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഏതിൽ ഇത് സ്ഥിതി കൊള്ളുന്നുവോ അതാണ് വാസു. ആ വാസു എപ്രകാരമാണ്? ദേവ ചൈതന്യമാണ്. ആ ചൈതന്യത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവനും ഉള്ളത്. ഇതിൻ്റെ അധിഷ്ഠാനമായിട്ട് ഈ പ്രപഞ്ചം മുഴുവനും ആ ചൈതന്യത്തിൻ്റെ ചൈതന്യമാണ് അതിന് അധിഷ്ഠാനം. അപ്രകാരം വാസുദേവനെ അറിയണം, അപ്രകാരം ശ്രീകൃഷ്ണനെ അറിയണം. അതാണ് അന്ന് അമ്മ പറഞ്ഞത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുമ്പോഴതാണ്. ആ ഈ കൊച്ചു രൂപം, മനോഹരമായ രൂപം കാണുമ്പോഴും അമ്മയെ കാണുമ്പോൾ ഏറ്റവും ആകർഷണമായിട്ടുള്ള ഇതാണത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഇത് വൃന്ദാവനം വിട്ട് പോയപ്പോൾ ഗോപിമാർ ആ വൃന്ദാവനത്തിൽ എല്ലാവരും കൃഷ്ണൻ്റെ പിറകെ പോയി. അതുപോലത്തെ നമ്മുടെ അമ്മ വിദേശത്ത് പോകുമ്പോൾ നമുക്ക് കാണാം, എല്ലാവരും കൂടി ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന കാണാം. ആകർഷണാത് കൃഷ്ണ, ആർക്കാണ് ഹൂ ഹാസ് ദി പവർ ഓഫ് അട്രാക്ഷൻ, അതാണ് കൃഷ്ണ. അതെല്ലാം അർത്ഥത്തിലെടുക്കണം. അപ്പോൾ വിദ്യാരംഭം എന്ന് പറയുമ്പോൾ വിദ്യാരംഭം പല തലത്തിലാണ്. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ആദ്യമായിട്ട് അക്ഷരം പഠിക്കണം. ഈ ഹരി ശ്രീ ഗണപതി നമ്മൾക്കെല്ലാവർക്കും നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. അമ്മ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഓം ഹരി ശ്രീ ഗണപതി നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ചെയ്യണം. പക്ഷേ നമ്മൾ പലതരത്തിലാണ്. നമ്മൾ കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് അക്ഷരാഭ്യാസം LKG മുതൽ തുടങ്ങും. പിന്നെ നമ്മൾ ഏത് തരത്തിലാണ് അത് 5ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ പിന്നെ പല വിദ്യകളുണ്ട്. നമ്മൾ യോഗ അത് ഇന്ന് മുതൽ ഞാൻ ഈ വിദ്യാരംഭത്തിൽ ഞാൻ യോഗ അഭ്യാസം തുടങ്ങുകയാണ്. ഒരു യോഗ അഭ്യാസം. മറ്റു ചിലർ ഞാൻ ആദ്യം പിന്നെ സംഗീതം പഠിക്കുകയാണ്, അല്ല ഹാർമോണിയം പഠിക്കുകയാണ്, തബല പഠിക്കുകയാണ്, അല്ലെങ്കിൽ വയലിൻ. ഇതൊക്കെ വിദ്യാരംഭം. അത് വിദ്യാരംഭമാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിൽ എല്ലാം വിദ്യയാണ്. കളരി അഭ്യാസം അതും ഒരു വിദ്യ തന്നെയാണ്. കളരി അഭ്യാസം എന്ന് പറയുന്നത് ധനുർവേദയാണ്, ഒരു ഭാഗമാണ്. നമ്മുടെ സംഗീതം പിന്നെ ഭരതനാട്യം അതെല്ലാം ഗാന്ധർവവേദം, ഇപ്പോൾ ആയുർവേദം അതെല്ലാം വേദങ്ങളുടെ ഒരു ഭാഗമാണ് ഇതെല്ലാം. അപ്പോൾ വിദ്യ പല തലത്തിലുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യകളെല്ലാം നമ്മൾ അഭ്യസിച്ചു അവസാനം നമ്മൾ ആ ഈശ്വരജ്ഞാനം കൂടി വേണം. ആ ഈശ്വരജ്ഞാനം അക്ഷരാഭ്യാസം എന്ന് വെച്ചിരിക്കുന്നത് അതാണ്. എന്നാൽ മാത്രമേ ആ വിദ്യക്ക് പൂർണ്ണതയുണ്ടാവുള്ളൂ, നമുക്ക് പൂർണ്ണമായ ആനന്ദം ഉണ്ടാകുള്ളൂ. അതാണ് യഥാർത്ഥ വിദ്യ എന്ന് പറയുന്നത്. എല്ലാം ഈശ്വരൻ, ഞാനൊന്നുമല്ല. അതാണ് യഥാർത്ഥ വിദ്യ എന്ന് ഒരു അറിവുള്ളവൻ. അതാണ് വിദ്യാഭ്യാസം. ആ വിദ്യ ഉള്ളപ്പോൾ മാത്രമാണ് നമുക്ക് പിന്നെ ധർമ്മസ്ഥാപനം ഉണ്ടാവുള്ളൂ. ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് അവിദ്യയുള്ളവർ മാത്രമാണ്. അറിവുള്ളവരെന്ന് പറയുമ്പോൾ എല്ലാം ഈശ്വരനാണ് എന്നുള്ള ആ ചിന്ത എപ്പോഴുമുള്ള അതാണ് വിദ്യ. യഥാർത്ഥ അഭ്യാസം, പ്രാക്ടീസ്. അഭ്യാസം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ്. എപ്പോഴും ഞാനാണെന്നല്ല, അത് മാറ്റി വെച്ചുകൊണ്ട് ഈശ്വരനാണെല്ലാം എന്ന ചിന്ത കൊണ്ടുവരിക. അതാണ് വിദ്യാഭ്യാസം. ഉത്തരേന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു ചർച്ച നടക്കുകയാണ്, ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അത് ഒരു മഹാത്മാവിൻ്റെ ഒരു സന്യാസിയുടെ യൂണിവേഴ്സിറ്റി ആയിരുന്നു, സർവകലാശാല. അപ്പോൾ ആ സർവകലാശാല ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ ഇത് വിദ്യാഭ്യാസ രംഗത്തിൽ പലരും അതിൽ പങ്കെടുക്കുകയാണ്. ഉത്തരേന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്തിൽ പലരും ടോപ്പ് പീപ്പിൾ എല്ലാവരും അതിൽ പങ്കെടുക്കുകയാണ്. അന്നത്തെ ആ വിഷയം അവർ കൊടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസം ഏത് വയസ്സിലാണ് വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത്, വിദ്യാരംഭം ഏത് വയസ്സിലാണെന്നാണ് ചർച്ചാ വിഷയം. അപ്പം അന്ന് ആ അധ്യക്ഷൻ, പ്രിസൈഡിങ് പേഴ്സൺ അന്ന് വരാമെന്ന് പറഞ്ഞ് കേട്ട് പെട്ടെന്ന് അദ്ദേഹം അറിയിച്ചു, ഐ എം വെരി സോറി, ഐ വിൽ നോട്ട് ബി ഏബിൾ ടു കം ടുഡേ. നിങ്ങളുടെ ഈ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ അസൗകര്യമുണ്ട്, ക്ഷമിക്കണം എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് ലാസ്റ്റ് മൊമെൻറ്റ് അദ്ദേഹം അറിയിച്ചു, എനിക്കിന്ന് വരാൻ പറ്റില്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അറിയിച്ചപ്പോൾ അവർ ശരി പിന്നെ അധ്യക്ഷൻ ആരായിരിക്കുമെന്ന് ഒരു ചിന്തിപ്പോൾ അവർ ചോദിച്ചു. ശരി, ഒരു കാര്യം ചെയ്യാം, നമ്മൾ സ്വാമിജി വിളിക്കാമെന്ന് പറഞ്ഞു.
സ്വാമിജിയാണല്ലോ, സ്വാമിജി തന്നെ വിളിക്കാൻ. അപ്പം സ്വാമിജി വിളിച്ചു. അപ്പോൾ അദ്ദേഹം സ്വാമിജി അത് അധ്യക്ഷൻ ഇന്ന് വരാൻ പറ്റില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഞങ്ങളുടെ പ്ലീസ് അങ്ങ് തന്നെ അധ്യക്ഷനാകണം. ഓ ശരി, വിരോധമില്ല, സന്തോഷം എന്ന് പറഞ്ഞാൽ സന്യാസി വന്നിരുന്നു. അങ്ങനെ ഈ ചർച്ച ആരംഭിച്ചു. അറ്റ് വാട്ട് ഏജ് ഷുഡ് ദി എഡ്യൂക്കേഷൻ ബിഗിൻ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ സാധാരണ നമ്മുടെ കാണാനുള്ള അധ്യക്ഷൻ ലാസ്റ്റാണ് സംസാരിക്കുക. എല്ലാവരും എല്ലാവരും സംസാരിച്ചിട്ട് അധ്യക്ഷ പ്രിസൈഡിങ് പേഴ്സൺ യൂഷ്വലി സ്പീക്സ് ലാസ്റ്റ്. പക്ഷേ ഇവരൊരു സ്വാമിജി പ്ലീസ് യു സ്പീക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞു. സ്വാമിജിയാണല്ലോ, ശരി സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചർച്ച എന്താണ്? ചർച്ച വിഷയം ഇതാണ്, ഏത് വയസ്സിലാണ് വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത് എന്നാണ്. അപ്പോൾ നമുക്ക് സംശയം തോന്നും, ചിലർ 5 വയസ്സിൽ പൂണൂൽ ഇതാണല്ലോ ചില ഉപനയനം, ചിലർ 5 വയസ്സിൽ എന്ന് പറഞ്ഞാൽ ചിലർ 8 വയസ്സ് 12 വയസ്സെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ പറയുകയാണ്, വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത് ജന്മത്തിന് മുമ്പാണ്, ബിഫോർ ബർത്ത് എന്ന് പറയാണ്. ഇവരെല്ലാം അന്തം വിട്ടുപോയി, എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ സ്വാമിജി പറഞ്ഞു, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ മീൻസ് കൾച്ചർ. അപ്പോൾ അത് നമ്മൾ അതിൽ സംസ്കാരം എന്ന് പറയും. 40ഓളം സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരത്തിൽ പ്രധാനമായിട്ട് ഷോഡശ സംസ്കാരം, 16 സംസ്കാരങ്ങൾ പറയും. ഇവിടെ നമ്മുടെ അമ്മയുടെ സന്നിധിയിൽ നമ്മൾ കാണുന്നത് സംസ്കാരം എന്ന് കാണുന്നത്, ഒന്ന് അന്നപ്രാശമാണ്, നാമകരണം ഫസ്റ്റ്, അതൊരു സംസ്കാരമാണ്. അമ്മ നിശ്ചയിക്കണം നാമകരണം സംസ്കാരം. പിന്നെ അന്നപ്രാശ, ചോറൂണ് മക്കൾ കുട്ടികൾ വന്നിട്ട് അമ്മൻ്റെ തിരുസന്നിധിക്ക് വരിക, അനൗൺസ് ചെയ്ത് കേൾക്കാം, അന്നപ്രാശം രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തെ ഇവിടെ കാണാനുള്ളത് ഉപനയനം, പൂണൂല്. നാലാമത്തെ നമ്മൾ കാണാൻ ഇവിടെ വിവാഹം ഒരു സംസ്കാരമാണ്. അത് പ്രധാനമായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. വിവാഹം ഇസ് സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു കർമ്മത്തിലൂടെ ശുദ്ധീകരണം നടത്തുക. അപ്പോൾ ഇവിടെ അമ്മ ഇവിടെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അമ്മ അവർ പറഞ്ഞു കൊടുക്കും മക്കളെ എങ്ങനെയായിരിക്കണം ജീവിതം. അപ്പം അങ്ങനെ സ്വാമിജി പറയാണ്, ശ്രീകൃഷ്ണ ഭഗവാനും രുക്മിണി ദേവിയും കല്യാണ ശേഷം 12 വർഷം തപസ്സിരുന്നിട്ടാണ് പ്രദുമ്നെ പോലത്തെ ഒരു കുട്ടിയെ കിട്ടിയതെന്ന് പറയാണ്. അപ്പോൾ നമ്മൾ അതിന് ഗർഭധാനം എന്നൊക്കെ പറയും. സന്യാസം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വൃദ്ധാനുഷ്ഠങ്ങളുണ്ട്. അത് നമ്മൾ പറയുന്നത്, എല്ലാ ഗർഭപാത്രങ്ങളും കൗസല്യയുടെയും ദേവകി പോലെയാണെന്ന് പറയും. എല്ലാ ഗർഭപാത്രത്തിലും അവതരിക്കുന്നത് ഭഗവാനാണ്. പക്ഷേ കൗസല്യാദേവി അത്രയും പുണ്യം ചെയ്തുകൊണ്ട് ഭഗവാൻ സാക്ഷാത് ഭഗവാൻ അനുസരിച്ചു. അതുപോലെ തന്നെ ദേവകിയും അത്രയും പുണ്യം ചെയ്തുകൊണ്ട് സാക്ഷാത് ഭഗവാൻ പൂർണ്ണമായി അവതരിച്ചു. അതുപോലെ അമ്മമാരും ഒരുപാട് വൃദ്ധാനുഷ്ഠങ്ങൾ ഇതിന് ശേഷം അങ്ങനെ ഗർഭം ധരിക്കുകയാണെങ്കിൽ ആ പുത്രൻ നല്ലൊരു ഉത്തമ പുത്രനായി തീരുമെന്ന് പറയും. അപ്പോൾ നമ്മൾ സംസ്കാരം ഉണ്ടായി കൊടുക്കുക, അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുക. അപ്പോൾ ആ സംസ്കാരം ഉണ്ടായി കൊടുക്കുന്നത് ഇറ്റ് ഷുഡ് ബിഗിൻ ബിഫോർ ബർത്ത്. അപ്പോൾ എഡ്യൂക്കേഷൻ ഷുഡ് ബിഗിൻ ബിഫോർ ബർത്ത് എന്ന് പറഞ്ഞ സാമശി. അപ്പോൾ കാര്യം മനസ്സിലായി എല്ലാവർക്കും.